നമസ്കാരം. അമ്മയെക്കുറിച്ച് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് അമ്മയെക്കുറിച്ച് പറഞ്ഞാലും മതിയാവില്ല. 2 ദിവസം മുമ്പ് നടന്നൊരു സംഭവമാണ് ഇപ്പം ഞാൻ പറയാൻ പോണത്. എന്നും നേരത്തെ ഉറങ്ങാൻ പോവാറുള്ള അമ്മ രാത്രി 11:30 ഉറക്കം വരാതെ ഇങ്ങനെ സന്തോഷവതിയായിരിക്കുമ്പോൾ കൂടെ ഇരിക്കുന്ന ഞങ്ങൾ മക്കളെല്ലാം അമ്മയോട് ചോദിച്ചുകൊണ്ടിരുന്നു, അമ്മയ്ക്ക് ഉറക്കം വരണില്ലേ എന്ന്. അമ്മ പറഞ്ഞതെന്താണെന്നറിയോ? എല്ലാവരുടെയും കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടും ചിരിച്ചുകൊണ്ടും ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് കുട്ടികളെ ഉറക്കം വരിക എന്ന്. എൻ്റെ അമ്മയ്ക്ക് മക്കളും കൊച്ചുമക്കളും അവരുടെ കുഞ്ഞുമക്കളും ഒക്കെ ആയിട്ട് ഒരു വലിയ സംഘം തന്നെയുണ്ട്. 43 പേര്. 88 വയസ്സായി എൻ്റെ അമ്മയ്ക്ക്. മുമ്പൊരിക്കൽ ഞാൻ ബഹ്റിനിൽ പോയപ്പോൾ പോപ്പുലർ ഓട്ടോ പാർട്സിൻ്റെ സാരഥി സഹോദര തുല്യനായ പ്രശാന്തേട്ടനോട് ഒരാഗ്രഹം പറഞ്ഞു. അമ്മയോടൊപ്പം കളിച്ചും ചിരിച്ചും ഞങ്ങൾക്ക് മാത്രമായി ഒരു ദിവസം മുഴുവനൊന്ന് ചേർന്നിരിക്കണം. അധികം വൈകാതെ പ്രശാന്തേട്ടൻ്റെ വിളി വന്നു. തൃശ്ശൂരിലെ കരുവന്തരയിലുള്ള തൻ്റെ ബ്ലൂ സെറിൻ ഹോട്ടലിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടായിരുന്നു പ്രശാന്തേട്ടൻ വിളിച്ചത്. അദ്ദേഹവും കുടുംബസമേതം ബഹ്റിനിൽ നിന്ന് വന്ന് ഞങ്ങളോടൊപ്പം കൂട്ടുകൂടി. അവിടെ ചെന്നിറങ്ങിയത് മുതൽ അമ്മയ്ക്കും മക്കൾക്കും അദ്ദേഹം നൽകിയ സ്നേഹ വായ്പകൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഹോട്ടലിലെ വിശാലമായ സൗകര്യങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം തുറന്നിട്ടു. അമ്മയെയും കൂട്ടി ഹോട്ടലിന് തൊട്ട് പിന്നിലുള്ള കായലിലൂടെയുള്ള ബോട്ട് യാത്രയും പാട്ടും ഡാൻസും ഒക്കെയായിട്ട് മറക്കാൻ പറ്റാത്തൊരു ദിവസം. രാത്രി ഏറെ വൈകിയിട്ടും മക്കളെല്ലാം സ്വിമ്മിംഗ് പൂളിൽ നീന്തി തുടിക്കുമ്പോൾ അമ്മ അവരെയും നോക്കി കരയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പ്രശാന്തേട്ടൻ്റെ മകൻ ഇന്ദ്രജിത്തിനോട് പറഞ്ഞു, ഇപ്പോൾ അമ്മ എന്തായിരിക്കും ചിന്തിക്കുന്നത്? നമ്മളെപ്പോലെ ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററോ കാസർഗോട്ടെ പ്രോജക്റ്റോ അല്ലെങ്കിൽ പോപ്പുലർ ഓട്ടോ പാർട്സോ ഒന്നും അമ്മയ്ക്കും ഓർക്കാനില്ലല്ലോ, അമ്മയ്ക്ക് ചിന്തിക്കാനില്ലല്ലോ. നേരെമറിച്ച് അമ്മയുടെ മനസ്സിൽ ഒറ്റ കാര്യം ഉണ്ടാവും, പരസ്പരം പിണക്കങ്ങൾ ഒന്നുമില്ലാതെ ഈ മക്കളെല്ലാം ഇങ്ങനെ കളിയും ചിരിയുമായിട്ട് എന്നും ഇതുപോലെ തന്നെ ഇരിക്കണേ എന്ന് മാത്രമായിരിക്കും അമ്മയുടെ പ്രാർത്ഥന. രാത്രി ഏറെ വൈകി ഉറങ്ങാൻ കിടന്ന് രാവിലെ ഹോട്ടലിൻ്റെ മുന്നിൽ അമ്മയെയും പ്രശാന്തേട്ടനെയും നടുവിൽ നിർത്തി ഞങ്ങൾ മക്കളെല്ലാം കൈയടിച്ച് സന്തോഷം പങ്കിടുമ്പോൾ അമ്മയുടെ കണ്ണുകൾ ആനന്ദ നിർവൃത്തി കൊണ്ടിങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മക്കൾ ജീവിതത്തിലെ സഫലമായൊരു ദിനം കൂടി മനസ്സിലങ്ങ് ചേർത്ത് വെച്ചു. നോക്കൂ, എത്ര തിരക്കുണ്ടെങ്കിലും പ്രായമായ മാതാപിതാക്കൾ ഒപ്പം ഉണ്ടെങ്കിൽ അവർക്കായിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ദിവസങ്ങൾ നമ്മളെല്ലാം കൂടി മാറ്റിവെക്കണം. ഇത് എൻ്റെ വിനീതമായ ഒരു അഭ്യർത്ഥനയാണ്. മൊബൈൽ ഫോണെല്ലാം ഓഫ് ചെയ്ത് എല്ലാ തിരക്കുകളിൽ നിന്നും അകന്നു മാറി അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ദിവസം, അന്യരാരും കടന്നു വരാത്ത ഒരു പ്രദേശത്ത് പൂർണ്ണമായും അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ദിവസം നമ്മൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് നൽകുന്ന സാഫല്യത്തോടൊപ്പം തന്നെ വളർന്നു വരുന്ന നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകുന്നൊരു സന്ദേശം കൂടിയാവും. കാരണം നമുക്കും നാളെ പ്രായമാവുമെന്നും ഇന്ന് കുട്ടികളോ യുവാക്കളോ ഒക്കെ ആയിരിക്കുന്ന നമ്മുടെ മക്കൾ നാളെ വളർന്ന് വലുതാകുമെന്നും നമ്മൾ മറക്കരുത്. ജീവിതം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ജനനം, ശൈശവം, ബാല്യം, യൗവനം, വാർദ്ധക്യം, മരണം. നമ്മുടെ എല്ലാവരുടെയും ശരീരം സുസ്ഥിരമല്ലാത്തൊരൊഴുക്കിലാണ്. ആ ഒഴുക്കിൽ നിന്ന് ഒരാൾക്കും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. നന്ദി, നമസ്കാരം.